ഡുവാൻ എന്നെ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലെ പിള്ളേരുടെ പുസ്തകമായിട്ട് എന്ത് പരിപാടി? ഈ ടെക്സ്റ്റ് ഞാനുണ്ട്. എപ്പോഴുണ്ട്? ഞാൻ വരച്ച 10 പടം ഈ ടെക്സ്റ്റിലുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഇനി ഓരോ ഇനത്തിൻ്റെയും പേരുകൾ നൽകിയിട്ടുണ്ട്. പൂമ്പാറ്റകൾ എത്രയോളം വരച്ചു? 10 പടം വരച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിലെ 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അത് വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്തത്? കലോത്സവത്തിന് എ ഗ്രേഡ് കിട്ടിയവരെ SCRT ഡയറക്ടർ എല്ലാവരും കൂടി സെലക്ട് ചെയ്തു. അവിടുന്ന് സതീഷ് സാറ് വിളിച്ചു. അങ്ങനെ ഞാൻ ഇതിലേക്ക് സെലക്ട് ആയി. ഞങ്ങൾ 6 പേര് ഇതിലേക്ക് സെലക്ട് ആയി. 6 പേര് വരച്ച ചിത്രങ്ങളുണ്ട്. ഇതിൽ 4 പേര് വരച്ചതേ ഉള്ളൂ ടെക്സ്റ്റിൽ. ഇതൊക്കെ ഈ വന്നപ്പോഴത്തേക്ക് അവിടുന്ന് വിളിച്ച സമയത്ത് എന്തോ തോന്നി? പെട്ടെന്ന് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ. ഇങ്ങനെ വിളിച്ചപ്പോഴേക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷയല്ലേ ഇത് ഇങ്ങനെ ടെക്സ്റ്റിൽ പടം വരച്ചാണ് വരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. വിളിച്ചപ്പോഴേക്ക് നല്ല സന്തോഷം. നമ്മളെങ്ങനെ ആദ്യം ഇതിൻ്റെ സ്കെച്ച് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേതോ? ആദ്യം ഔട്ട്ലൈൻ ഇട്ട് ചിലപ്പോൾ അവർ പറയും കളർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഇട്ട് അവർക്ക് കൊടുക്കും, അവർ ഡിജിറ്റൽ ചെയ്യും. ഒരുപാട് വരച്ചിട്ട് അവർ തെറ്റുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മൾ ഫൈനൽ അവരെടുക്കും. ഇതൊക്കെ അറിഞ്ഞോ? കൂട്ടുകാരൊക്കെ അറിഞ്ഞോ? എല്ലാവരും അറിഞ്ഞു. എന്താ പറഞ്ഞു? എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഈ പുസ്തകം കൈ കിട്ടിയപ്പോൾ എന്താ തോന്നി? ഭയങ്കര അഭിമാനം. എൻ്റെ പേര് തന്നെ വന്നു. പടത്തിനെക്കാട്ടി പേര് വന്നല്ലോ എന്നായിരുന്നു സന്തോഷം. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഇത് കണ്ടപ്പോൾ ഇത് വന്നപ്പോൾ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് ഭയങ്കര അതിശയമായിരുന്നു. അമ്മയ്ക്കും പേര് വന്നതിലാണ് സന്തോഷം. കേരള മൊത്തത്തിലുള്ള ടെക്സ്റ്റിൽ ഇങ്ങനെ പേര് വന്നു, പടം വന്നു, ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക്. ഇനിയിപ്പം ഈ ഏതെങ്കിലും അധ്യാപകർ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചോ? സ്കൂളിൽ നിന്ന് HM അവരെല്ലാവരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ LP സ്കൂളിൽ നിന്ന് HM വിളിച്ചായിരുന്നു, ആയിഷ HM. ഇങ്ങോട്ട് വീട്ടോട്ട് വന്ന് കയറുമ്പോൾ ഇതിനകത്ത് മൊത്തം ട്രോഫിയും റെക്കോർഡ്സിന്റെ ചിത്രങ്ങളൊക്കെയാണ്. കുറേ ട്രോഫി കിട്ടിയിട്ടുണ്ടോ? 3rd തൊട്ടുള്ള ട്രോഫിയാണ് മിക്കതും. 3ാം ക്ലാസ്സിൽ വരച്ചു തുടങ്ങിയാണോ? 3ാം ക്ലാസ്സിലാണ് തുടങ്ങിയത്. കഴിവ് തിരിച്ചറിഞ്ഞ 3ാം ക്ലാസ്സിലാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഷേർലി മിസ് പറയുമായിരുന്നു എന്നെ പഠിക്കാൻ ആക്കണമെന്നൊക്കെ പറയായിരുന്നു. പക്ഷേ പഠിക്കുന്നുള്ളതുകൊണ്ട് അതിലോട്ടൊന്നും പോയില്ല. പിന്നെ കോവിഡ് ടൈമിലാക്കി ഒരുപാട് സമയമുള്ളതുകൊണ്ട് അങ്ങനെ മൊബൈലിലോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടി വരപ്പിൽ കയറി. ഇപ്പോൾ വരപ്പോട് വരപ്പായി. മൊബൈലിനെക്കാട്ടി ശല്യമായി മാറിയല്ലേ? മുറി മൊത്തം വീട് മൊത്തം ചിത്രങ്ങളല്ലേ? എന്താ മോളെ ഒരു ഭാവി അംബീഷൻ? എന്താ ആഗ്രഹങ്ങൾ? എന്താ? എനിക്ക് സിവിൽ സർവീസ് എടുക്കണമെന്ന് ആഗ്രഹം. വരപ്പൊക്കെ സൈഡായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. സിവിൽ സർവീസ് എടുക്കണം, അതാണ് ആഗ്രഹം. അപ്പം ഓക്കെ, നല്ല സിവിൽ സർവീസ് ഒക്കെ കിട്ടി നല്ലൊരു ചിത്രകാരിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.